മീനൊക്കെ നമ്മൾ രാവിലെ കറി വയ്ക്കുന്നതിനേക്കാളും രാത്രി കറി വയ്ക്കുന്നതാണ് നല്ലത് കേട്ടോ. അതാകുമ്പോൾ രാത്രി തന്നെ നമുക്കത് ചൂടോട് കഴിക്കുകയും ചെയ്യാം. പിന്നെ അതുപോലെ രാവിലെ കുറച്ച് ജോലി കുറവുണ്ട്. ഇങ്ങനെ മീനൊക്കെ കണ്ടിച്ച് അത് കറി വെക്കാനും കുറച്ച് മാറ്റി പിന്നെ ബാക്കി ഒരു 3-4 പീസ് നമുക്ക് രാത്രിത്തേക്ക് കഴിക്കാനും വേണ്ടി 3-4 പീസ് എടുത്ത് വറുത്ത് ഞാൻ വറക്കുമ്പോൾ ഒത്തിരി കറിവേപ്പിലേക്ക് ഇട്ടാണ് വറക്കുന്നത് കേട്ടോ. അതാകുമ്പോൾ നല്ല സ്വാദാണ്. മീൻ അങ്ങനെ പൊടിഞ്ഞു പോകത്തില്ല. നല്ലതാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. അങ്ങനെ മീനെല്ലാം പൊരിച്ച് മാറ്റിയിട്ട് രാവിലത്തെ കോവയ്ക്കയും മീൻകറിയല്ല മാങ്ങക്കറിയും ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ചോറും കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ വന്നിട്ട് അവിടെ ഒരു കൊല നിൽപ്പുണ്ട്, വാഴ മറിഞ്ഞ് കിടക്കുമെന്ന്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കൊല വെട്ടാനായിട്ട് അമ്മ എന്നെ വന്ന് വിളിച്ച്. കുറേ നേരം ഞാനും പോയി നോക്കി കൊല എന്തെന്ന്. വീടിൻ്റെ ഫ്രണ്ടിൽ പാഷൻ ഫ്രൂട്ടുണ്ട്, അതിനകത്ത് നിറഞ്ഞ് നിൽക്കുന്നതായിട്ട്. കൊല എന്തെന്ന് കറക്റ്റായിട്ട് കാണാൻ പറ്റിയില്ലായിരുന്നു. അതിൻ്റെ ഉള്ളിലായിരുന്നു കൊല. അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ മറിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു, അതിൻ്റെ അകത്തുണ്ട്. പക്ഷെ പെട്ടെന്ന് ആരും ഇങ്ങനെ കാണത്തില്ല. അങ്ങനെ അവസാനം പിന്നെ കൊലയൊക്കെ വെട്ടി. ഒരുപാട് വെട്ടിയാണ് കേട്ടോ. അവസാനം വെട്ടൊന്നും അതിനകത്ത് കൊള്ളുന്നില്ല. പിച്ചാത്തിക്ക് മൂർച്ചയില്ലാഞ്ഞിട്ടാണെന്നാണ് തോന്നുന്നത്. പിന്നെ അതുപോലെ കൊല ഇങ്ങനെ ചരിഞ്ഞ് കിടന്നുകൊണ്ട് നമുക്ക് വെട്ടാനും കുറച്ച് പാടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം വെട്ടിയെടുത്തിട്ട് അകത്ത് കൊണ്ടിട്ട് നമ്മളൊരു ചാക്കിനകത്ത് വെച്ച് പഴുപ്പിക്കാനായിട്ട് വെച്ച്. കുറച്ചൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് വെച്ച് തന്നെ പഴുത്തത് അതിനകത്ത് നിന്ന് തന്നെ പിച്ചി എടുത്തായിരുന്നു കേട്ടോ. മറ്റേ സംഭവം എന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞില്ലേ, ചരിഞ്ഞ് വീണുകൊണ്ട് അത് തന്നെ അതിൻ്റെ അകത്തുനിന്ന് മേളിൽ നിന്ന് വാഴയ്ക്കകത്തുനിന്ന് തന്നെ ഇങ്ങനെ ഇങ്ങ് വരുമായിരുന്നില്ല, വാളൊക്കെ ഊരി എടുക്കുന്ന കണക്ക്. പിന്നെ അതുകൊണ്ട് നമ്മൾ പെരയ്ക്കകത്ത് വെച്ച് റൂമിൽ വെച്ച് പഴുക്കാനായിട്ട് ഒരു ചാക്കിനകത്ത് വെച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.